ഹലോ, വെൽക്കം ടു സന്ധ്യാസ് വേൾഡ്. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ ദ സീഡ്ലിംഗ് എന്ന കവിതയാണ് പഠിക്കാൻ പോകുന്നത്. പ്രോബ്ലംസ് ഷുഡ് ബി സീൻ ആസ് ഓപ്പർച്യൂണിറ്റീസ്. ഓരോ പ്രശ്നങ്ങളെയും നമ്മൾ അവസരങ്ങളായിട്ടാണ് വേണം കണക്കാക്കേണ്ടത്. വി ഷുഡ് ബി സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ഹു ട്രാൻസ്ഫോം ദ വേൾഡ്. നമ്മൾ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സ് ആയിരിക്കണം, പരിഹാരങ്ങൾ നൽകുന്നവരായിരിക്കണം. ഹു ട്രാൻസ്ഫോം ദ വേൾഡ്, അവർക്ക് മാത്രമേ ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്യാൻ വി കണ്ടിന്യൂ ടു സ്റ്റേ മോട്ടിവേറ്റഡ് ഈവൻ വെൻ ദ പാത്ത് ടു സക്സസ് ഈസ് ലോങ്, ഡിഫിക്കൽട്ട് ആൻഡ് ചാലഞ്ചിങ് ആയ, ഡിഫിക്കൽട്ടായ ആ വിജയത്തിലേക്കുള്ള വഴിയിൽ നമുക്ക് മോട്ടിവേറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാൻ കഴിയുമോ? ദ സീഡ്ലിംഗ് ഷോസ് ഹൗ നേച്ചർ ക്യാൻ ഇൻസ്പയർ അസ് ടു പെർസിവിയർ ഇൻ ദ ഫേസ് ഓഫ് ആഡ്വേഴ്സിറ്റി. അതായത് ഏതൊരു മോശം അവസ്ഥയിൽ പോലും എങ്ങനെയാണ് പ്രകൃതി നമ്മളെ കാണിച്ചു തരികയാണ്, എങ്ങനെയാണ് നമ്മൾ സ്ഥിരോത്സാഹത്തോടു കൂടി ആ എനർജി കൈവിടാതെ എങ്ങനെ മുന്നോട്ട് പോകേണ്ടതെന്ന് പ്രകൃതി നമ്മളെ കാണിച്ചു തരുന്നു. ഇനി പോയത്തിലോട്ട് കടക്കാം. ഇതിൻ്റെ റൈറ്റർ പോൾ ലോറൻസ് ഡൻബാർ. ആസ് എ ക്വൈറ്റ് ലിറ്റിൽ സീഡ്ലിംഗ്, ഇതൊരു തൈച്ചെടിയുടെ ഒരു കുഞ്ഞ് പ്ലാന്റിൻ്റെ അതിൻ്റെ ഒരു ലൈഫ് ടൈമാണ് നമുക്ക് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത്. As a quiet little seedling lay within its darksome bud, to itself it fell a talking, and this is what it said. അപ്പോൾ ഒരു ചെറിയ സീഡ്ലിംഗ് ആണെങ്കിൽ പോലും ഇത് കിടക്കുന്നത് എവിടെയല്ലേ? വിതിൻ ഇറ്റ്സ് ഡാർക്സം ബഡ്. ആ ഇരുണ്ട ബെഡിൻ്റെ അടിയിൽ, അതായത് മണ്ണിൻ്റെ അടിയിൽ കിടക്കുന്ന വിത്തായിരുന്നു. ടു ഇറ്റ് സെൽഫ് ഇറ്റ് ഫെൽ എ ടോക്കിംഗ്, അത് സ്വയം സംസാരിക്കാൻ തുടങ്ങുകയാണ്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഇറ്റ് സെഡ്, അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഐ എം നോട്ട് സോ വെരി റോബസ്റ്റ്, ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല. റോബസ്റ്റ് എന്ന് വെച്ചാൽ സ്ട്രോങ്, ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമല്ല. ബട്ട് ഐ വിൽ ഡു ദ ബെസ്റ്റ് ഐ ക്യാൻ, പക്ഷേ എങ്കിലും എനിക്ക് കഴിയുന്നതിൻ്റെ മാക്സിമം ഞാൻ ചെയ്യും. ആൻഡ് ദ സീഡ്ലിംഗ് ഫ്രം ദാറ്റ് മൊമെൻറ്റ് ഇറ്റ്സ് വർക്ക് ഓഫ് ലൈഫ് ബിഗാൻ. ആ നിമിഷം മുതൽ അതിൻ്റെ ജീവിതത്തിൻ്റെ വർക്ക് തുടങ്ങിയെന്ന് വെച്ചാൽ അതിൻ്റെ ജീവിതം സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഇറ്റ് പുഷ്ഡ് എ ലിറ്റിൽ ലീഫ്ലെറ്റ് അപ്പ് ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ. അങ്ങനെ അതിൻ്റെ ഒരു കുഞ്ഞ് ലീഫ്ലെറ്റിനെ, കുഞ്ഞ് ഇലയെ പുറത്തേക്ക് തള്ളുകയാണ്. ഇൻ ടു ദ ലൈറ്റ് ഓഫ് ദ ഡേ, പകലിൻ്റെ വെളിച്ചത്തിലേക്ക് എന്ന് വെച്ചാൽ ഭൂമിയിൽ നിന്ന് ആ വിത്ത് മുള വന്ന് പുറത്തേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സാണ് പറയുന്നത്. ടു എക്സാമിൻ ദ സറൗണ്ടിങ്സ് ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ. എന്തിനു വേണ്ടിയിട്ടാണ് ആ വിത്ത് അതിൻ്റെ ഇലയെ പുറത്തേക്ക് തള്ളിയത്? ടു എക്സാമിൻ ദ സറൗണ്ടിങ്സിനെ എക്സാമിൻ ചെയ്യാൻ, നിരീക്ഷിക്കാനായിട്ട്. പിന്നെയോ ആൻഡ് ഷോ ദ റെസ്റ്റ് ദ വേ, അതിൻ്റെ പിന്നാലെ വരുന്നവർക്ക് വഴികാട്ടിയായി ആവാൻ വേണ്ടിയിട്ടാണ് ആ ഇലയെ, ലീഫ്ലെറ്റിനെ പുറത്തേക്ക് തള്ളിയത്. ദ ലീഫ്ലെറ്റ് ലൈക്ക് ദ പ്രോസ്പെക്റ്റ്, അങ്ങനെ പുറത്തേക്ക് വന്ന ആ കുഞ്ഞ് ഇല ചുറ്റുപാടും, പ്രോസ്പെക്റ്റ് എന്ന് വെച്ചാൽ ആ ചുറ്റുപാടും, ആ കാഴ്ച അതിന് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബ്രദറിനെ വിളിച്ചു. ഇവിടെ ബ്രദർ ആരാണ്? സ്റ്റെം. സോ ഇറ്റ് കോൾഡ് ഇറ്റ്സ് ബ്രദർ സ്റ്റെമ്മിനെ വിളിച്ചു. ദെൻ 2 other leaflets heard it. അപ്പോൾ ഈ വിളി ആര് കൂടി കേട്ടു? വേറെ 2 ലീഫ്ലെറ്റ് കൂടിയും കേട്ടു. ആൻഡ് ക്വിക്ക്ലി ഫോളോഡ് ദെൻ, അപ്പോൾ സ്റ്റെമ്മിൻ്റെ പിന്നാലെ അവരും കൂടി പുറത്തേക്ക് വന്നു. ഇനി നെക്സ്റ്റ് പേജ് കേട്ടോ. ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി, അങ്ങനെ നല്ല തിരക്കിട്ടിട്ട് ഭയങ്കര ഹറി ആയിട്ട് പുറത്തേക്ക് വരികയാണ്. ഇവിടെ നമുക്ക് ഹേസ്റ്റ് ആൻഡ് ഹറി എന്നുള്ളിടത്ത് ഒരു പോയറ്റിക് ഡിവൈസ് കാണാമല്ലോ, അലിറ്ററേഷൻ. എച്ച് കണ്ട, ഹ് സൗണ്ട്. ടു ബി ഷുവർ ദ ഹേസ്റ്റ് ആൻഡ് ഹറി മെയ്ഡ് ദ സീഡ്ലിംഗ് സ്വെറ്റ് ആൻഡ് പാൻറ്റ്. അങ്ങനെ പെട്ടെന്ന് തിരക്കിട്ടിട്ടുള്ള ആ വളർച്ചയിൽ ഈ സീഡ്ലിംഗ് വളരെ വിയർത്തു, കിതച്ചു. ബട്ട് ഓൾമോസ്റ്റ് ബിഫോർ ഇറ്റ് ന്യൂ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ പ്ലാന്റ്. പക്ഷേ ഈ കിതപ്പും തളർച്ചയും വേർപ്പൊക്കെ അറിയുന്നതിന് മുൻപ് തന്നെ അത് സ്വയം തിരിച്ചറിഞ്ഞു, ഞാനൊരു പ്ലാന്റായി തീർന്നിരിക്കുന്നു. ദ സൺഷൈൻ പോർഡ് അപ്പോൺ ഇറ്റ്, അപ്പോൾ സൂര്യപ്രകാശം അതിൻ്റെ മീതേക്ക് ചൊരിഞ്ഞു എന്ന് വെച്ചെന്താ? സൂര്യപ്രകാശവും വെളിച്ചവും വെയിലൊക്കെ ആ ചെടിക്ക് ആവോളം കിട്ടി. ആൻഡ് ദ ക്ലൗഡ്സ് ദേ ഗേവ് എ ഷവർ, പിന്നെ മേഘങ്ങൾ എന്താ ചെയ്ത് അതിനൊരു ഷവർ കൊടുത്തു. അതായത് മേഘങ്ങളിൽ നിന്ന് മഴ, അതിന് ആ ചെടിക്ക് ഇഷ്ടംപോലെ വെള്ളവും മഴയും കിട്ടി.
and the little plant kept growing till it found itself a flower. അങ്ങനെ ആ കുഞ്ഞ് പ്ലാന്റ് വളർന്നുകൊണ്ടേയിരുന്നു. ടിൽ ഇറ്റ് ഫൗണ്ട് ഇറ്റ് സെൽഫ് എ ഫ്ലവർ. അതിനൊരു പൂ വരുന്നത് വരെ അത് വളർന്നുകൊണ്ടിരുന്നു എന്ന് വെച്ചാൽ എന്താ, അതൊരു വലിയ ചെടിയായി അതിനെ മുട്ടിട്ടു പൂ വിരിഞ്ഞു. ലിറ്റിൽ ഫോക്സ് ബി ലൈക്ക് ദ സീഡ്ലിംഗ്. ഇനി നമ്മുടെ റൈറ്റർ നമ്മുടെ ഇത് വായിക്കുന്ന കേൾവിക്കാരായ കുഞ്ഞുമക്കളോട്, കുട്ടികളോടാണ് പറയുന്നത്. ലിറ്റിൽ ഫോക്സ്, കുട്ടികളെ, ബി ലൈക്ക് ദ സീഡ്ലിംഗ്, നിങ്ങൾ ആരെ പോലെയാവണം, ഈ സീഡ്ലിങ്ങിനെ പോലെയാകണം. ഓൾവേസ് ഡു ദ ബെസ്റ്റ് യു ക്യാൻ, എപ്പോഴും നിങ്ങളുടെ മാക്സിമം, നിങ്ങളുടെ ബെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയണം. എവ്രി ചൈൽഡ് മസ്റ്റ് ഷെയർ ലൈഫ്സ് ലേബർ ജസ്റ്റ് ആസ് വെൽ ആസ് എവ്രി മാൻ. ഓരോ മനുഷ്യരെ പോലെയും ഓരോ കുട്ടികളും അവരുടെ ജീവിതത്തിന് ചെയ്യാൻ പറ്റുന്ന ലേബർ ചെയ്യണമെന്ന് വെച്ചാൽ എന്താ, അവർക്ക് പറ്റണ കാര്യങ്ങൾ, അവർക്ക് ഓരോ മനുഷ്യർ ചെയ്യുന്ന പോലെ തന്നെ കുട്ടികൾക്ക് അവർക്ക് പറ്റണ കാര്യങ്ങളൊക്കെ അവർ ചെയ്യണം. ആൻഡ് ദ സൺ ആൻഡ് ഷവേഴ്സ് വിൽ ഹെൽപ്പ് യു. ഇവിടെ ചെടിക്ക് ആരൊക്കെ സഹായമായിട്ട് സപ്പോർട്ടായിട്ട് വന്നത്, സണ്ണും ഷവേഴ്സും ഒക്കെ അല്ലേ ആ ചെടി വളരാനായിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. അതുപോലെ ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ്, അവിടെ ഇപ്പം നമുക്ക് കുട്ടികൾക്ക് ആരാണ് അതുപോലെ സപ്പോർട്ടായിട്ട് വരിക, പാരൻസ്, ടീച്ചേഴ്സ്, മറ്റുള്ളവരൊക്കെ ഇതുപോലെ സണ്ണും ഷവേഴ്സും ഒക്കെ ആയിട്ട് വരും എന്നാണ് പറയുന്നത്. ത്രൂ ദ ലോൺസം സ്ട്രഗ്ലിംഗ് അവേഴ്സ്, സ്ട്രഗിൾ ചെയ്യുന്ന, കഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഏകാന്തമായ ആ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആ സിറ്റുവേഷനിലൊക്കെ നമുക്ക് സണ്ണും ഷവേഴ്സും പോലെ മറ്റുള്ളവരും നമുക്ക് ഹെൽപ്പായിട്ട് സപ്പോർട്ടായിട്ട് വരും. ടിൽ യു റേസ് ടു ലൈറ്റ് ആൻഡ് ബ്യൂട്ടി, എപ്പോൾ വരെ, നിങ്ങൾ വളർന്ന് മറ്റുള്ളവർക്ക് പ്രകാശവും മനോഹരവുമായ പ്രകാശവും പിന്നെന്താ വെർച്യൂസ് ഫെയർ അൺഫേഡിങ് ഫ്ലവേഴ്സ്, പൊഴിയാത്ത നാശാവാത്ത ഫ്ലവേഴ്സൊക്കെ ഉണ്ടാകുന്നത് വരെ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രകാശം ചൊരിയുന്നത് വരെ, അങ്ങനെ നിങ്ങൾ മനോഹരമായ ഒരു ചെടിയായി തീരുന്നത് വരെ മറ്റുള്ളവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് സണ്ണും ഷവേഴ്സും ചെടിക്ക് നൽകിയ പോലെ നിങ്ങൾക്കും ഉണ്ടാകും. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായത് നിങ്ങൾ ചെയ്യാൻ സാധിക്കണം, ചെയ്യണം എന്നാണ് ഈ റൈറ്റർ ഈ സീഡ്ലിങ്ങിൻ്റെ പോയത്തിലൂടെ നമ്മളോട് പറയുന്നത്. അങ്ങനെ ഈ കവിത ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള മനോഹരമായ ഒരു കവിതയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.